ഇതിപ്പോ ശരിക്കും ഫേസ് ഡിറ്റക്ഷനിലാണ്, പക്ഷെ എന്നെ അത് കാണില്ല എന്ന് തോന്നുന്നു. ഇതിപ്പോ ഞാൻ പറയണ പോലെ എനിക്ക് കേൾക്കും ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ വീഡിയോ എന്ന് പറയുമ്പോൾ ബൈക്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല, എന്നുവെച്ചാലും ബൈക്കേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ഹെലിക്യാം വാങ്ങിച്ചിട്ടുണ്ട്. DJIന്റെ സ്പാർക്ക് എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. ഏകദേശം 52,000 രൂപ ഇതിന് വിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം 2 ആഴ്ചത്തോളമായി. ഇതിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. സംഭവത്തിന്റെ വലുപ്പം നോക്കണ്ട കേട്ടോ, ഒരു രക്ഷയിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ നമുക്ക് ഇതിനെ റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ട് ഉപയോഗിച്ചിട്ട് മാത്രമല്ല, നമ്മുടെ ഫേസ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് ഹെലിക്യാം സംബന്ധിച്ചിട്ട് പുതിയൊരു നിയമം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഈ ഒരു സംഭവം എത്ര ഗ്രാമിന് താഴെയാണെന്നൊക്കെ കണക്കുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പോൾ അത് പ്രാബല്യത്തിലില്ല. എല്ലാ ഹെലിക്യാമിനും ബാധകമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യാണ്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, കുറ്റകൃത്യം പോലെ തന്നെയാണ്. ചിലപ്പോൾ പിടിച്ച് ജയിലിടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു സംഭവം അൺബോക്സ് ചെയ്യണതൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ പെട്ടിയിൽ വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ഹെലിക്യാം ഉണ്ട്, പിന്നെ ഒരു റിമോട്ട് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ബാറ്ററി ഒരെണ്ണം വന്നിട്ടുണ്ട്. ബാറ്ററി എക്സ്ട്രാ വേണം കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 40 മിനിറ്റോളം മാത്രമാണ് ഈ ഒരു സംഭവം പറഞ്ഞു നടക്കണം. 40 മിനിറ്റ് ഒന്നും ഇല്ല എന്നുകൊണ്ട് 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും സംഭവം തന്നെ വന്ന് ലാൻഡ് ആയിക്കോളും. പിന്നെ ബോക്സിൽ യൂസർ മാനുവൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതൊന്നും കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇത് യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ. ഞാനും ഇത് മൊത്തമായിട്ട് പഠിച്ചു എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ആദ്യം തന്നെ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ DJI സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ മിനി ഹെലിക്യാം എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യാപ്പാണ് കേട്ടോ. ഇതിൻ്റെ ക്യാമറേനും പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഏരിയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിയ കഷ്ണമാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉള്ള ബാറ്ററിയാണ് കേട്ടോ. പിന്നെ ഇത് ചാർജ് ചെയ്യാനും അധിക സമയം കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൽ ഞാൻ തോന്നുന്നു ഇതിൻ്റെ ബാക്കി യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ലെവലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് ചാർജ് ഇറങ്ങുന്നതിനനുസരിച്ച് ഈ ലൈറ്റുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. ഏകദേശം ഒരു മണിക്കൂറിൽ തന്നെ ഈ ഒരു സംഭവം ഫുൾ ചാർജ് ആവും. പിന്നെ ഹെലിക്യാമിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ 4 ലീഫും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബോക്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളാണ്. മറ്റുള്ള ക്യാമറകൾ പോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗമൊന്നും ശരിക്കും മടക്കി വയ്ക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഊരി റീപ്ലേസ് ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ എൻ്റെ ടിക്ടോക്ക് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പൊളി സാധനമാണ്. ഞാൻ കുറേ കിളികളൊക്കെ ശല്യം ചെയ്യാനൊക്കെ നോക്കിയെന്നുള്ളത്. ശരിക്കും ഈ കിളീനെ ഞാൻ പോയി ശല്യം ചെയ്തൊന്നുമല്ല. അത്യാവശ്യം നല്ല ഉയരത്തിൽ ഇത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്തോളും കാക്കോളൊക്കെ വെറുതെ ഇതിനെ ആക്രമിക്കാൻ വരാം. അതെന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു മൊബൈൽ വെച്ചിട്ട് ഇതിൻ്റെ റിമോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ കാര്യങ്ങളും ക്യാമറയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈവായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കിളി എന്തെങ്കിലുമൊക്കെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണെന്ന് വെച്ചാൽ ആനിമൽ, ബേർഡ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രീ ആൻഡ് ട്രീ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു റിമോട്ടിൽ ക്യാമറേനെ കൺട്രോൾ ചെയ്യാം. റിമോട്ടിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് മാത്രമല്ല, ഇത് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്തും ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലേ, ഇതൊക്കെ സെൻസറുകളാണ്. പിന്നെ ഫ്രണ്ടിലും കുറേ സെൻസറുകളുണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ മുമ്പ് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ വലുപ്പത്തിലെല്ലാ കാര്യം എന്നൊക്കെ പറയില്ലേ, അക്രമ സംഭവമാണിത്. പിന്നെ ഇതാണ് ഈ ഒരു ഹെലിക്യാമിൻ്റെ റിമോട്ട് കൺട്രോളർ എന്ന് പറയുന്നത്. 2 ജോയ്സ്റ്റിക്ക് ഉണ്ട് ഇതിൽ. ഈ ഒരു ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്യാമറേനെ മുകളിലേക്ക് ഉയർത്താനും അതേപോലെ തന്നെ താഴ്ത്താനും പിന്നെ റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതായത് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കുക. പിന്നെ ഇത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാനും റൈറ്റിലേക്ക് കൊണ്ടുപോകാനും പിന്നെ നേരെ പോകാനും പിറകോട്ട് കൊണ്ടുവരാനും സൈഡുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ജോയ്സ്റ്റിക്ക്. പിന്നെ ഇവിടെയാണ് നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഡാറ്റ കേബിൾ ഉപയോഗിച്ചിട്ട് OTGയിൽ ഇട്ടിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഇതെന്ന് പറയുന്നതാണ് 2 ആൻറ്റിനോള്. ഇതിൻ്റെയും വലുപ്പം നോക്കണ്ട, ഒരു രക്ഷയില്ല. 2 കിലോമീറ്ററൊക്കെ ഇത് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. പിന്നെ ഇത് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറയുടെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് മാത്രമാണ് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുകളിലൊക്കെ ക്യാമറ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലൈവായിട്ട് മൊബൈലിൽ കണ്ടുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഭാഗം ആവശ്യമുണ്ടെന്ന് തോന്നുക വെച്ചാൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വരും. പിന്നെ ഇത് പവർ ഓൺ സ്വിച്ച്, ഇത് ഓൺ ആക്കണ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് സ്പോർട്സ് മോഡും അതേപോലെ തന്നെ നോർമൽ മോഡും. സ്പോർട്സ് മോഡിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും എയറിൽ കൂടെ ഈ ഒരു ഹെലിക്യാമിൻ്റെ
എന്നിട്ട് ആ റൈഡിങ് എന്നൊക്കെ പറയണത്. പിന്നെ ഇത് പോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. ഇത് ഹോം, ഇതിൽ GPS കൂടി ഉണ്ട്. നമ്മളിപ്പോൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഹെലിക്യാം, അവിടെ തന്നെ തിരിച്ചെത്തും ഈ ഒരു ബട്ടണിൽ പെട്ടെന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 2 തരത്തിൽ നമുക്ക് ഈ ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്യാം. അതായത് റിമോട്ട് ഇല്ലാണ്ടും റിമോട്ട് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഫേസ് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം റിമോട്ട് ഉപയോഗിക്കണമായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓൺ ആക്കിയിട്ട് ഒറ്റ വിട്ടില്ല, നേരെ മൂളി പോയി. പിന്നെ കുറേ കഷ്ടപ്പെട്ട് ഇത് താഴ്ത്തിക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഴ്ചയൊക്കെ വേണം. മരത്തുമൊക്കെ പോയി ഇടിച്ച് പഠിക്കുന്ന സമയത്ത് കുറേ പണി കിട്ടിയിട്ടുണ്ട്. മരത്തിലൊക്കെ പോയി ഇടിച്ച് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ബെൻഡായി. ഏകദേശം ഒരു 230 MB സൈസ് ഉണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. DJI-4 എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൽ ഹെലിക്യാം കണക്ട് ആയെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഈ ഒരു സംഭവത്തിൻ്റെ ലൈവ് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി എന്തായാലും ഇത് എങ്ങനെയാണ് പറത്തേണ്ടത് എന്നുള്ളതാണ് കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് എത്തരത്തിലാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. റിമോട്ട് വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ചെയ്യാം. നമ്മുടെ ഫേസിന് നേരെ ഇതിൻ്റെ ക്യാമറ വരണ പോലെ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ഈ ഒരു ഏകദേശം ഈ ഒരു ആംഗിളിൽ പിടിക്കുക. എന്നിട്ട് അതിന് ശേഷം ബാക്കിലത്തെ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്യുക. അതിന് ശേഷം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോഴാണ് ഈ ഒരു സംഭവം ഓൺ ആവുക. എന്നിട്ട് വിരൽ റിലീസ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ലൈറ്റുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതുവരെ നമ്മുടെ ഫേസ് ഈ ഒരു ക്യാമറയുടെ നേരെ മുമ്പിലേക്കായിട്ട് തന്നെ പിടിക്കണം. ഇപ്പോൾ എന്ന് വെച്ചാൽ മഞ്ഞ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ബാക്കിലത്തെ. അത് സ്ലോവിൽ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് 2 വട്ടം ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് അത് ഡിറ്റക്ട് ചെയ്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഡിറ്റക്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ യെല്ലോ ലൈറ്റ് ആണ് കത്തുന്നത്. ഇപ്പോൾ ഗ്രീനായി. ഇപ്പോൾ എൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തു. അയ്യോ, ഇതിപ്പോൾ ശരിക്കും ഫേസ് ഡിറ്റക്ഷനിലാണ്, പക്ഷെ എന്നെ അത് കാണില്ല എന്ന് തോന്നുന്നു. ഏകദേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയണ പോലെ ഇനി കേൾക്കും ഗൈസ്. കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതിൽ. ഇത് കറക്റ്റായിട്ട് ഈ മരങ്ങളൊക്കെ ബാക്കിലുള്ള കാരണമാണ് അത് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇപ്പോൾ ഞാൻ കൈ ഈ സൈഡിലേക്ക് ആക്കുമ്പോൾ ക്യാമറ സൈഡിലേക്ക് പോവും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ടാറ്റ കൊടുത്ത സംഭവം ബാക്കോട്ട് പോയി. ഇനി ഈ ഒരു സംഭവം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ബൈക്കിലൊക്കെ ആണെന്ന് അത്യാവശ്യം നല്ല സ്പീഡിലാവും. ഇതെൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വരാം. ഇനി ഇതിനെ തിരിച്ചു വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മുമ്പോട്ട് കിടക്കുമ്പോൾ അത് ബാക്കിലേക്ക് ഇറങ്ങി പോകണതാണ്. ഇതിനെ എങ്ങനെയാണ് അടുത്തേക്ക് വരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആളെന്നെ നന്നായിട്ട് താന്നിട്ട് നമ്മുടെ നേരെ ഹൈറ്റിൽ വരും. നമ്മുടെ ഫ്രണ്ടിലൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും. ഇനി ഇതിനെ ലാൻഡ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞിട്ടാ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് ഓരോ ആക്ഷൻസ് കാണിച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്ന തരത്തിൽ. അതിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലൊക്കെ പോയിട്ട് സെൽഫി കൊടുക്കും. കുറേ സെറ്റപ്പ് ഉണ്ട്. ശരിക്കും പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല ഈ സംഭവം. ഇനി നമുക്ക് എന്തായാലും റിമോട്ടിൽ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. റിമോട്ട് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വട്ടം പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുക. റിമോട്ട് ഓൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് കണക്റ്റ് ആവും. നിങ്ങളതിൽ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ സൈനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മെനു ആണ് വരിക. ഇതിൽ തന്നെ നമുക്ക് മോഡലുകളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാം ഏതാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹെലിക്യാം ഓൺ ആക്കാം. ഹെലിക്യാം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ഞെക്കി പിടിക്കുക. നമ്മുടെ ഡ്രോൺ ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു റെഡ് ബൾബ് മാറിയിട്ട് ഗ്രീൻ ബൾബ് ആവും. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഡ്രോൺ റിമോട്ടിൽ കണക്റ്റ് ആയി എന്നുള്ള ഒരു കാര്യമാണ്. ഇതിൽ കണക്റ്റ് ആയതിന് ശേഷം ജസ്റ്റ് ഗോ ഫ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെലിക്യാമിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസിലേക്കൊന്നും പോകാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹെലിക്യാം മൊബൈലിൽ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 2 ബട്ടണും ഒരേ സമയം ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. ടേക്ക് ഓഫ് ഒക്കെ പറഞ്ഞു കേട്ടില്ലേ. അതിന് ശേഷം സ്പോർട്സ് മോഡിലാണെന്ന് ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ് ക്യാമറയ്ക്ക്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഞാൻ സ്പീഡിൽ ഇതിപ്പോൾ ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിനനുസരിച്ച് ഈ ഒരു സംഭവം മുമ്പോട്ട് പോകും. ഇനി എന്തായാലും മുകളിലേക്ക് നമുക്ക് പറത്താം. അപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ ആംഗിള് താഴത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു സംഭവം നിൽക്കണത്. നമുക്ക് നോർമലായിട്ട് കണ്ടുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ കാഴ്ചകൾ കാണിക്കാം. മേളിൽ നിന്നുള്ള റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണിക്കാം.
മഴയുണ്ട്, കാറ്റുണ്ട്, അതേപോലെ തന്നെ നല്ല പൊരിഞ്ഞ വെയിലാണ്. ഇപ്പോൾ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഏകദേശം 35% ചാർജുള്ളൂ. ചാർജ് ഒരു 20% ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സംഭവം ഒന്ന് ലാൻഡ് ചെയ്യൂട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സൗണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ഹോമിൻ്റെ ബട്ടൺ കൺഫേം ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ലൊക്കേഷൻ അത് സേവ് ചെയ്ത് വെച്ചാണ്. ഇപ്പം ഇനി എന്തെങ്കിലും തകരാറുകൊണ്ട് വല്ല പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം തന്നെ പോയിന്റിൽ തന്നെ ഒന്ന് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നല്ല കാറ്റാണ് മുകളിൽ. എന്ന് വെച്ചാൽ ആ ഒരു കാറ്റത്തും ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പം നിലവിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പൊളി സാധനം തന്നെയാണിത്. ഇത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതൊന്നല്ല, ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിലവിൽ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബൈക്കേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ വീഡിയോയിലാണ്. ശരി.